എടാ നിന്റെ പ്രശ്നം എന്താ? എന്റെ ഓണം പോയി, അതാ എന്റെ പ്രശ്നം. നമുക്ക് ആഘോഷിക്കാം. എങ്ങനെ ആഘോഷിക്കാം? എടാ നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്കൊരു പൂക്കളൊക്കെ ഇട്ടൊരു സദ്യയൊക്കെ ഉണ്ടാക്കി ആഘോഷിച്ചൂടെ? അതിന് സദ്യ ആരുണ്ടാക്കും? എടാ കുക്കിംഗിൽ BA പാസ്സായവനാണ് ഞാൻ. BA? അത് ബാച്ചിലർ ഓഫ് ആർട്സ് അല്ലേ? അല്ല, ബാച്ചിലർ ഓഫ് അരികപ്പന്തി. അവൻ ബിടെക് ബാച്ചിലർ ഓഫ് തെങ്ങേറ്റു. എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി, ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയും. ഇവിടെ പുളിശ്ശേരി, എലിശ്ശേരി, പച്ചടി, കിച്ചടി, അച്ചാറ്, അത് കാളൻ, ഓലൻ, അവിയൽ, സാമ്പാർ, തോരൻ, ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും 1-2 ഐറ്റംസ് ഉണ്ടാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മതി. മുറ്റത്ത് ഇങ്ങനെ അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ മാവേലി വരുമെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. മന്ദാരം തുളസിരിപ്പിച്ച മാലകൾ ചർത്തി തിരുവോണത്തപ്പ നിന്നെ കാണി കാണണം. ഞാൻ എല്ലാവർക്കും ഓരോ പണി ഡിവൈഡ് ചെയ്ത് തരാം, അതങ്ങനെ ചെയ്താൽ മതി. നീ പോയി അരി കഴുകും, നീ എൻ്റെ കൂടെ നമുക്ക് കഷ്ണം അരിയാ. നീ പോയി പാത്രം കഴുകും. ഇവിടെ എന്താ റേഡ് നടക്കുന്നു? 10 പേര് അങ്ങോട്ട് പോകും, 10 പേര് ഇങ്ങോട്ട് പോകും. നിനക്ക് അരിയാൻ ഏറ്റവും എളുപ്പമുള്ള സാധനം ആദ്യം തരാം. സവാള. എനിക്കറിയായിരുന്നു സവാള അരിയാൻ നീ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് അത് അരിയാനുള്ള എല്ലാ ടൂൾസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ക്രിക്കറ്റ് അല്ല ആന്റിക് ഷോപ്പിൽ നിന്ന് വിളിച്ചത്. എങ്ങോട്ട്? നീ കടലിനടി പോയിരുന്നാണോ സവാള അരിയുന്നത്? കണ്ണീരിന് ഇനി ഇവിടെ എങ്ങോട്ട്? എന്താ തുഞ്ചത്തൊരു ഞാത്ത്? അതിൻ്റെ കൂടെ ക്രിയേറ്റ് ചെയ്താൽ എല്ലാത്തിനും ഒരു കണക്കുണ്ടായാൽ മതി. ആദ്യം നമ്മൾ എന്തായിട്ടും ഉണ്ടാക്കുന്നത്? ആദ്യം നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ. ഇവിടെ തിരുവോണമായിട്ട് ഒടിഞ്ഞു കുത്തിക്കണ്ട, എല്ലാവരും ഒന്ന് ഉഷാറായിക്കേ. വാ, തുടങ്ങാൻ പോവാണ് നമ്മള്. അമ്മയ്ക്കൊരു ഉമ്മ. അമ്മ ഹാപ്പി ഓണം. അച്ഛനൊരു ഉമ്മ കൊടുത്തേക്ക്. ഞാൻ വിളിക്കാം.